Audio Jungle. Audio Jungle. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജാവ സ്ക്രിപ്റ്റിന്റെ പുതിയൊരു ലിസ്റ്റിനാണ് നമ്മൾ വീഡിയോയുടെ തുടക്കം കുറിക്കുന്നത്. ഓക്കെ, വെൽക്കം ടു പ്ലാലിസ്റ്റ്. ബാക്കിൽ കാണുന്ന പോലെ 0 to Pro, ഇത് ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഇത് മെയിനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള. ഓവറായിട്ടുള്ള തിയറി ഉണ്ടാവില്ല, ഓവറായിട്ടുള്ള പ്രാക്ടിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ലെവലിലായിരിക്കും ഇത് പോകുന്നത്. അതും ബേസ് തൊട്ട് തന്നെയാണ് കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, പ്രോ ലെവലിലേക്ക്. അത് ഈ ഒരു പ്ലേലിസ്റ്റിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡെയിലി 1 ടോപ്പിക്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് അതിൽ പറയുന്ന പോലെ തന്നെ ഡെയിലി 1 ടോപ്പിക് ആയിട്ട് ഇടാൻ പോകുന്ന ടൈം കിട്ടുമ്പം ഞാൻ എന്ത് ചെയ്യും, കൂടുതൽ ടോപ്പിക്സും എടുത്തിടും. ഒരു എത്രയാണ് പോകുന്നത് അതും അവിടെ ഒരു ടൈമും കൂടി മെൻഷൻ ചെയ്തിട്ട് ഒരു ടൈമിന് ഓരോ ദിവസവും വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ പ്ലേലിസ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് വാട്ട് ഈസ് ജാവ സ്ക്രിപ്റ്റ് എന്ന ഒരു ടോപ്പിക്കും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ജാവ സ്ക്രിപ്റ്റ്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ യൂസ് ഓഫ് ജാവ സ്ക്രിപ്റ്റ്. അപ്പോൾ വാട്ട് ഈസ് ജാവ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മുമ്പ് നിങ്ങൾ ചിലപ്പോൾ HTML-ഉം CSS-ഉം പഠിച്ചിട്ടുണ്ടാവും. അത് സത്യം പറഞ്ഞാൽ അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം, ഇറ്റ്സ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നായിരിക്കും. അതിനുള്ള മെയിനായിട്ടുള്ള റീസൺ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് സെർച്ച് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് കാണാം സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റണം. അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, കാൽക്കുലേഷനും അതുപോലത്തെ പ്രോഗ്രാമിങ്സും ഒക്കെ നടത്താൻ പറ്റണം. അതുപോലെ ഫങ്ഷണൽ ഓപ്പറേറ്റേഴ്സും നടക്കണം. അങ്ങനെ ഉള്ള ലാംഗ്വേജിനാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാം. അത് എല്ലാ ലാംഗ്വേജിനെയും എടുത്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ആ ഒരു കാര്യമാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്ത് ഉള്ളത്, ജാവ സ്ക്രിപ്റ്റിൻ്റെ അകത്തുള്ള. ജാവ സ്ക്രിപ്റ്റ് അതായത് ഫ്രണ്ട് എൻഡിലാണ് ഈ ഒരു ജാവ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് അത് എന്തിനാ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കാര്യം തന്നെ നിങ്ങൾ എടുത്താൽ എന്താ, ഇവിടെ പ്ലസ് ഐക്കൺ നിൽക്കുക, അപ്പോൾ അവിടെ ഒരു ആക്ഷൻ നടന്നു. ഞാനിവിടെ ഒരു ഇത് നോക്കി, ഓക്കെ, അവിടെ ഒരു ആക്ഷൻ നടന്നാണെന്നല്ലേ. അത് താഴോട്ടേക്ക് വന്നു. ഇനി ഇതാ ഇവിടെ ഞാൻ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ ഇവിടെ ഇതാ ഓരോരോ മാറ്റങ്ങൾ വരുന്നതാണല്ലേ. ഈ ഒരു ഫ്രണ്ട് എൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ജാവ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഇവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് എൻഡിലാണ് പോകുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം, അതായത് ബട്ടൺ ക്ലിക്കിൽ നടക്കുന്ന കാര്യങ്ങളും പിന്നെ ചില സൈൻ ഫോം ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണും, അവിടെ വാലിഡേഷൻ ഒക്കെ ചെയ്യുന്നതാണ്. വാലിഡേഷൻ എന്താണെന്ന് അറിയാതെ ജസ്റ്റ് ഞാൻ വാങ്ങിച്ചത്. ഇവിടെ ഇപ്പം ഞാൻ നോൺ ഡിപ്പെൻഡൻ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ഒരു പ്രോബ്ലം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങളൊക്കെ വരുത്തും. ആ ഒരു മാറ്റം വരുത്താനുസരിച്ചിട്ട് ജാവ സ്ക്രിപ്റ്റിലോ ഇവിടെ HTML-ലോ എവിടെയെങ്കിലും ഞാൻ മാറ്റം വരുത്തിയാൽ സംഭവിക്കും, ഇവിടെ ആ ഒരു പ്രോബ്ലം ഇത് ചെയ്യും. ഓക്കെ, റീസ്റ്റാർട്ട് അല്ലെങ്കിൽ റീകമ്പൈലേഷൻ ഇവിടെ നടക്കും. ഓക്കെ, ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന ഇവിടെ എൻ്റെ ഇതുള്ളത് ഇവിടെ സെർവർ സ്റ്റാർട്ടിങ് റണ്ണിങ് ഓൺ ഇവിടെ 3000 പോർട്ട് അതൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി റിസ്ക്. അതൊക്കെ ഇവിടെ ലോക്കൽ ഹോസ്റ്റ് 3000 കൊടുക്കുന്നുണ്ട്. എൻ്റെ സൈൻ പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ ഞാൻ ഒരു ബട്ടൺ ക്ലിക്കിൽ നടക്കുന്ന ആക്ഷൻ, അതായത് ഞാൻ ക്ലിക്ക് ചെയ്യും അപ്പോൾ തന്നെ ഈ എൻ്റർ യുവർ നെയിം വന്നുണ്ടാ, എൻ്റർ യുവർ പാസ്വേഡ്. ഇവിടെ വാലിഡേഷൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ ഞാനിപ്പോൾ സൈൻ ചെയ്യാൻ നോക്കി, ഇൻവാലിഡ്. അങ്ങനെ ആ ഓരോ ബട്ടൺ ക്ലിക്കിലൊക്കെ നടക്കുന്ന ആക്ഷനൊക്കെയാണ് ഈ ഒരു സൈനിങ് ആക്ഷൻ ചെയ്യുന്നത്. വാലിഡേഷൻ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ ഒരു നമ്പർ അടിച്ച് ഇപ്പോൾ എൻ്റെ ഇത് പ്രോപ്പറായിട്ട് വർക്കാണല്ലേ, ഇപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഇപ്പം ഫോണിലോ അത് ഇത്രക്കണ്ടായി വർക്ക് തന്നെയാണ്. ഇവിടെ ഇപ്പം ഞാൻ എന്തെങ്കിലും അടിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് ഞാൻ റിക്വയർ, അതായത് ഫില്ല് ചെയ്തിട്ടില്ല, അപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ
ഈ ദിസ് ഫീൽഡ് ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് വരും. ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഫോം വാലിഡേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഞാൻ അടിച്ച നമ്പർ കറക്റ്റ് തന്നെയാണ്, അതായത് നമ്പർ ആണെങ്കിൽ നമ്പർ ആണോ അടിച്ചതെന്നും, പിന്നെ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് അടിക്കാനുണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് ആണോ എന്നും നോക്കും, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എറർ വരും. ഓക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് വാലിഡേഷനിൽ ചെയ്യുന്നത്. വാലിഡേഷനിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ജാക്വറിയാണ്, എന്നാണ് പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ വാട്ട് ഈസ് ജാവാസ്ക്രിപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ എൻ്റെ സമ്മറൈസ് ചെയ്ത് തരാം. അപ്പോൾ ഇതൊരു ഫ്രണ്ട് എൻഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ബേസിക്കലി ഇത് ഒരു അസിൻക്രണസ്, അതായത് ഇത് ഫ്രണ്ട് എൻഡ് ലാംഗ്വേജ് ആണെന്ന് നമ്മൾ പറഞ്ഞാണല്ലേ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞാണ്. ജാവാസ്ക്രിപ്റ്റ് ഒരു സിൻക്രണസ് സിംഗിൾ ത്രെഡഡ് ലാംഗ്വേജ് ആണ് ഇത് ഫോളോ ചെയ്യണം. അതുകൊണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സിൻക്രണസ് എന്ന് വെച്ചാൽ ഒരു ടാസ്ക് അറ്റ് എ ടൈം, ആ ഒരു കാര്യം ഞാൻ ഈ രണ്ടിൻ്റെയും, അതായത് ഒരു ടാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തൊരു ടാസ്കിലേക്ക് പോകും. അതായത് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല, ഒന്ന് ചെയ്ത് കഴിഞ്ഞ് അത്രയേ ഉള്ളൂ. ഓക്കെ, വെയിറ്റിംഗ് ഒക്കെ ഉണ്ട്, അന്ന് മാറിപ്പോയിട്ടാണ്. ഓക്കെ, കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്തതിലേക്ക് പോകും. 3 ടാസ്ക് ഉണ്ടെങ്കിൽ 3 ഒറ്റയടിക്കൊന്നും ചെയ്യില്ല. ഇത് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ ഓർഡറിലാണ് ഇത് പോവുക. അങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻ അങ്ങനെ സിമ്പിൾ ത്രെഡഡ്. ഓക്കെ, ആ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതിന് പറയുന്ന പേരാണ് സിൻക്രണസ്. ഓക്കെ, പിന്നെയുള്ളത് അസിൻക്രണസ്. അത് എന്താണെന്ന് വെച്ചാൽ ഒരു അസിൻക്രണസ് ആക്കി മാറ്റാൻ പറ്റും. അതായത് ജാവാസ്ക്രിപ്റ്റ് ബേസിക്കലി ഒരു സിൻക്രണസ് ലാംഗ്വേജ് ആണ്. ഓക്കെ, നമുക്ക് അസിൻക്രണസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്. ഇപ്പോൾ പ്രോമിസ്, കോൾ ബാക്ക്, കോൾ ബാക്ക് ഹെല്ല്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് ബേസിക്കലി എന്താ സിൻക്രണസ് ആണ്. ഓക്കെ, നമ്മൾ അസിൻക്രണസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. കോൾ ബാക്ക് ഹെല്ല്, പ്രോമിസ്, അസിൻക് അവൈറ്റ്, ഇതൊക്കെ നമുക്ക് ഇനി വീഡിയോയിൽ ഡീറ്റെയിലായിട്ട് പറയാനുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് അധികമായിട്ട് ഞാൻ പറയുന്നില്ല. ഇത് സിൻക്രണസിനെ അസിൻക്രണസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു പരിപാടി ചെയ്യുന്നത്. അതായത് ഈ ഒരു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. എന്താ അസിൻക്രണസ് എന്ന് ജസ്റ്റ് ഞാനൊരു ഐഡിയ തരാം. ഓക്കെ, അപ്പോൾ 3 ടാസ്ക് ഉണ്ടെങ്കിൽ ആ 3 ടാസ്ക് എന്ത് ചെയ്യണം, ഒരു ടാസ്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ രണ്ടാമത്തെ ടാസ്ക് ഇപ്പോൾ ചെയ്യണ്ട, എന്നിട്ട് എന്ത് ചെയ്യണം, 3ാമത്തെ ടാസ്ക് ചെയ്യണം. കുറച്ച് ടൈം അവിടെ മാറ്റി വെച്ച് എന്നിട്ട് 3ാമത്തെ ടാസ്ക് തീർത്ത് കഴിഞ്ഞ ശേഷം ചെയ്യണം ഈ ഒരു 2ാമത്തെ ടാസ്ക് ചെയ്യണം. ആ ഒരു പരിപാടിക്ക് ഈ ഒരു കാര്യം പറ്റും. ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഡാറ്റ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു ഡാറ്റ എടുത്തു വരുന്നവരെ എന്ത് ചെയ്യണം, അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അസിൻക് അവൈറ്റ് മാത്രമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യം പറയാനായിട്ടുള്ളത് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വാട്ട് ഈസ് ജാവാസ്ക്രിപ്റ്റ്, അതിൻ്റെയൊക്കെ മീനിങ് ആയിട്ട് വരുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു മൊത്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യുക, ആ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഈ ഒരു വീഡിയോ ഞാൻ പുതിയതായിട്ട് കുറച്ച് എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു വിധത്തിലാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ അങ്ങനെയുണ്ട്, വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ എന്താ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ, ഇവനോ ചെയ്യിച്ചു സർ.